എന്താണത്? എവിടെടാ ബാലരാജ്? മുഹൂർത്തത്തിന് സമയമായില്ലേ? ഗണപതിയെ കൊണ്ടുവരുമോ ഇല്ലയോ? താനതാ ഇങ്ങനെ എപ്പോ നോക്കിയാലും ആന്നും പറഞ്ഞു നിൽക്കും. അതെന്താ ചെറിയ സാധനമാണെന്ന് കരുതിയോ കയ്യിലെടുത്തോണ്ട് വരാൻ? അതല്ല തന്നെ പോലുള്ള സാധനമാണെന്ന് കരുതി ഹോട്ടലിൽ കയറിക്കൊണ്ട് വരാം. 40 അടി ഉണ്ടാവും, മിനിമം ആയിരിക്കും. ചെടിയൊക്കെ തട്ടും. അവൻ ആരാടാ വേറെ അവിടെ വെച്ചത്? ഒരുത്തനെയും കാണുന്നില്ല. ഈപിക്കാരായിരിക്കും, മിനിമം ആയിരിക്കും. അത് എങ്ങനെ ഉണ്ടോന്ന് വെച്ചാ ബാലരാജ് വരുന്നടാ. എടാ, നീയൊക്കെ മനുഷ്യനാണോടാ? എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? നാശം, നാശം. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ വിനായക. ഇത് വെച്ച് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. കാശെന്താ മരത്തിന് വിളയാണോടാ? മതി, നിർത്താൻ. ആ, പിന്നെ ഒരുപാട് പണക്കെട്ട് തന്നതല്ലേ? ഇതൊന്ന് പിടിക്കടാ. ഇതൊക്കെ ആർക്ക് വേണ്ടിയാ ചെയ്യുന്നേ? എനിക്ക് വേണ്ടിയോ? നിങ്ങൾക്കല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടില്ലേ? പണ്ടത്തെ കാലമൊക്കെ 100 വർഷം ജീവിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴോ 60 വയസ്സാകുമ്പോഴത്തേക്കും ഔട്ട്. കാരണം എന്താ? കലർപ്പണം കാരണം ശരീരം മൊത്തം വീക്കാകുക, കിഡ്നി അടിച്ചു പോവുക, ഹൃദയം ചുരുങ്ങി പോവുക, വയറ് വീർത്തു പോകുന്നു, ആയുസ് കുറഞ്ഞു വരുന്നു. ശരി, ഇതൊക്കെ പോട്ടെ. വലിയ പ്ലാസ്റ്റിക് വിനായകനെ കൊണ്ടുവന്ന് നിങ്ങളൊക്കെ വെറുതെ ഇരിക്കോ? ദേ, 9 ദിവസം ഇവിടെ തന്നെ വെക്കും. എന്നിട്ടുള്ള എല്ലാ പൂജകളും ചെയ്യും. 10ാമത്തെ ദിവസം കടലിൽ കൊണ്ടേ ഒഴുക്കും. കെമിക്കൽ കാരണം വെള്ളം മോശാക്കും. അത് കാരണം മീനുകൾ ചാവും. മീനുകൾ ചത്താ എന്താകും അറിയോ? എനിക്കറിയാം. ആണോ? എങ്കിൽ പറ. വെള്ളം അടിക്കാൻ സൈഡ് ചെയ്യാനല്ലേ? എടാ, മിണ്ടാതിരിക്കടാ. ഭഗവാന്റെ മുമ്പിലാണോ? തെറ്റ്. നമുക്ക് കുടിക്കാൻ നല്ല വെള്ളം കിട്ടില്ല. നമുക്ക് നല്ല വെള്ളം കിട്ടിയാൽ മാത്രമേ കുക്ക് ചെയ്യാൻ പറ്റൂ, കുളിക്കാൻ പറ്റൂ, അലക്കാൻ പറ്റുള്ളൂ. ഈ അഴുക്ക് വെള്ളത്തിന് വൈറസ് ഫോമായി, ലങ്സ് ഒക്കെ ജാമായി, നന്നായിട്ട് നടക്കാൻ പറ്റാതെ, മര്യാദയ്ക്ക് കഴിക്കാൻ പോലും പറ്റാതെ, കണ്ണു കാണാൻ പറ്റാതെ, ശ്വാസം വിടാൻ പറ്റാതെ, സംസാരിക്കാൻ ശബ്ദമില്ലാതെ, ശരിക്കും കേൾക്കാൻ പറ്റാതെ, ക്ഷീണം കാരണം തലകറങ്ങി താഴെ വീഴുമ്പോ അന്ന് നിങ്ങൾ എല്ലാവരും ചിന്തിക്കും, ആ പാവം ബാലരാജ് ചേക്കൻ പറഞ്ഞത് നമ്മൾ അന്നേ കേട്ടിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ലല്ലോ എന്ന്. ഇനിയെങ്കിലും മാറൂ. നിങ്ങൾ മാറണം, ഈ നാട് മാറണം, ഈ ലോകം തന്നെ മാറണം. അതെ, മാറണം. പിന്നെ അടുത്ത കൊല്ലം അമ്പല കമ്മിറ്റി പിരിക്കുന്ന പണം ഞങ്ങൾക്ക് തന്നെ തരണം കേട്ടോ. 4 പേർക്ക് അന്നദാനം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളെ പോലെ പിള്ളേർക്ക് വെള്ളം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഞങ്ങള് വെള്ളം അടിക്കും. ഓ, ആ വെള്ളം അല്ലടാ, തണ്ണീർ പന്തല ഉദ്ദേശിച്ചത്. തണ്ണീർ പന്തൽ, അതാ പറഞ്ഞേ. തണ്ണീർ പന്തൽ. തുടങ്ങും. എന്താ ഇത്? എന്താ ഉണ്ടായേ? വലിയ ഗണപതിയെ കൊണ്ടുവരാന്ന് എല്ലാരോടും കാശ് മേടിച്ചിട്ട് ഇതാ ചെറിയ ഗണപതിയാ കൊണ്ടുവന്നിരിക്കുന്നത്. എടാ മോനെ, അമ്മേ, പ്രതിഷ്ഠ ചെറുതായാലും കീർത്തി വലുതായിരിക്കും എന്ന് പറയാറുണ്ട്. വിഗ്രഹത്തിന് ചെറുതോ വലുതോ എന്നില്ല. 2 കൈയും കൂപ്പിയല്ലേ തൊഴുന്നത്. എന്താ ശരിയല്ലേ? പിന്നെന്താ ഈ ചെറിയ കാര്യത്തിന് എന്തിനാ വിഷമിക്കുന്നേ മഹാ? ഇതാ ബാലരാജ്, വിഗ്രഹം ചെറുതായിരുന്നാലും കീർത്തി വലുതായിരിക്കും എന്ന് പറയും. ഇന്നൊക്കെ അടിച്ച് പൊളിക്കാൻ കേട്ടാ. കണ്ടിച്ചാലും മതി. ഇന്നത്തെ ദിവസം സോമു എന്താടാ ചെയ്തേ? നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. നമ്മുടെ സോമു എന്താ ചെയ്യുന്നതെന്ന് നോക്ക്. അയ്യോ സോമു, വേണ്ടടാ, പുറത്തേക്ക് വാടാ. നോക്ക് അവൻ എന്താ ചെയ്യുന്നതെന്ന്. അയ്യോ മോനെ, അമ്മ പറയുന്നത് കേക്ക്. ആരെങ്കിലും എന്റെ മോനെ രക്ഷിക്കേ. സോമു, എന്താടാ ചെയ്യുന്നത്? അമ്മ പറയുന്നത് കേക്ക് മോനെ, പുറത്തേക്ക് വാ. അയ്യോ ഒന്ന് വേഗം പോ. എന്താണ് നിനക്ക് പറ്റിയത്? എന്തിനെങ്ങനെ കാണിച്ചു കൊടുക്കുന്നേ? മോനെ, നിനക്ക് എന്തിന്റെ കുറവാടാ ഇവിടെ? നീ എന്തിനാ മോനെ എങ്ങനെ ചെയ്തേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക് ഞങ്ങളോട് പറഞ്ഞൂടെ? എന്തിനാ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്?
സോമു എന്താ കാര്യം പറ. എക്സാമിന് ഫെയിൽ ആയിട്ടാ. എക്സാമിൽ ഫെയിൽ ചെയ്ത് ചാകി ചാകാൻ പോവാ. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര തവണ ചാവണം? അതിനെന്തിനാണ് ഇങ്ങനെ ചെയ്തേ? അല്ല, ഈ അടുത്തൊന്നും എക്സാം ഉണ്ടായില്ലല്ലോ. കണ്ടോ ഫ്രണ്ട്സ്, നിങ്ങൾ ഇങ്ങനെ സൂസൈഡ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി വിഷമിക്കാൻ ഒരു അമ്മ, കഷ്ടപ്പെടാൻ ഒരു അച്ഛൻ, എമോഷണൽ ആവാൻ ഒരു ചേട്ടൻ. നിങ്ങൾ സൂസൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും നിങ്ങളെ വീട്ടുകാരെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഓക്കെ? എന്താടാ ഇതൊക്കെ? അമ്മ ഇങ്ങനത്തെ വീഡിയോ ഇട്ട് ഒരുപാട് പൈസ കിട്ടും അമ്മേ. ആ, നിനക്ക് ആദ്യം പറയായിരുന്നില്ലേ നല്ല സാരി ഉടുത്തേനെ ഞാൻ. ഓ പിന്നെ നല്ല സാരി ഉടുത്തോണ്ട് നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ? ഇതുവരെ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടില്ലേ? ഇവൻ നമ്മളെല്ലാരും പറ്റിക്കുക. എടാ, നീ ഒന്നും പറയണ്ട. അവൻ നന്നായി പഠിക്കുന്നുണ്ട്, ആലോചിച്ച് ഓരോന്നും ചെയ്ത് സമ്പാദിക്കുന്നുണ്ട്. നീ എന്താടാ ചെയ്യുന്നത്? ഇവന്റെ ജീവിതം എന്റെ അമ്മ ചീത്ത വിളിക്കുമ്പോ ഉദിക്കും, പിന്നെ നാട്ടുകാര് ചീത്ത വിളിക്കുമ്പോ അസ്തമിക്കും. എന്താ ചെയ്യേണ്ടതെന്നറിയോ? വരട്ടെ 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 വരട്ടെ, വാ. ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ്, എല്ലാരും ടിക്കറ്റ് വാങ്ങണം. അടുത്ത സ്റ്റോപ്പിൽ ചെക്കിംഗ് ഉണ്ട്. ടിക്കറ്റ് വാങ്ങിക്കോ. ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ്. അമ്മേ ടിക്കറ്റ് വാങ്ങിച്ചോ? അമ്മേ ടിക്കറ്റ് വാങ്ങിച്ചോ? എങ്ങോട്ടാ പോണ്ടേ? അങ്ങോട്ട് പോണം. അങ്ങോട്ടോ? അങ്ങോട്ടെന്ന് പറഞ്ഞാ എങ്ങോട്ടാ? അങ്ങോട്ട് തന്നെ നിന്റെ മുത്തച്ഛനെ കാണാൻ. നിന്റെ മുത്തച്ഛനെ കണ്ടിട്ട് ഒരുപാട് നാളായി. ഞാൻ ജീവൻ പിടിച്ചു വെച്ചിരിക്ക. മുത്തച്ഛനെ കണ്ടിട്ട് ജീവൻ വിട്ടേക്ക. കിഴവി എങ്ങോട്ടാ പോണ്ടേന്ന് ചോദിച്ചപ്പോ ജീവൻ പിടിച്ചു വെച്ചിരിക്കുക, അപ്പൂപ്പനെ കാണാൻ പോണെന്നൊക്കെ പറയുന്നത്. എങ്ങോട്ടാ പോണ്ടേന്ന് പറ. മോന്ത കണ്ടില്ല മോന്ത. നിനക്കൊക്കെ ആരാടാ ജോലി തന്നത്? എംബോക്കി മര്യാദ അല്ലാതെ സംസാരിക്കുന്നു. എന്താ 20 ഉറുപ്പിക ടിക്കറ്റ്? 20 രൂപയുടെ ടിക്കറ്റ്. എവിടെ ഇറങ്ങണം അവിടെ ഇറങ്ങിക്കോ. ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ്. എവിടെ പോണം? ആ, മുന്നിൽ ഇവിടെ നിന്ന് തുടങ്ങി അവിടെ നിന്ന് ഇവിടെ വന്ന് രുചിച്ച് താഴെ വന്ന് ആ മൊത്തം എവിടെയൊക്കെ സ്പീഡ് ബ്രേക്കർ ഉണ്ടോ അവിടെയൊക്കെ സ്ലോ ചെയ്ത് ഒന്നുകൂടി താഴോട്ട് ഇറങ്ങി ഒന്ന് വലിച്ചു പിടിച്ചാ. എടാ, എന്ത് പറ്റിയടാ നിനക്ക്? വേണ്ടാത്തടത്തൊന്നും പിടിക്കില്ലേ? എനിക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടോ? ഞാൻ തൊട്ടിട്ടും നിങ്ങൾക്ക് ഒരു വികാരവും ഇല്ലല്ലോ. ശരി വീട്, ഞാൻ പോകാൻ വേണ്ടിയ സ്ഥലത്തേക്ക് ഒരു ടിക്കറ്റ് ഇങ്ങ് താ. ഇതാ ഇരി, പോയിരി. ഇവിടെ പോയിരിക്കാനാ? അവിടെ നോക്കി അവളുമാരിയ്ക്കാണ്, ഇവിടെ നോക്കി ഇവന്മാരിയ്ക്കാണ്. ഞാൻ ഇതാ തന്റെ ദേഹത്ത് വന്നിരിക്കാനാ. മാറി നിൽക്കടാ, അങ്ങോട്ട് മാറി നിൽക്ക്. കണ്ണു തുറന്ന് പിന്നെ ആരെ മുഖാണ് കണി കണ്ടത്? ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ്.